തരംഗത്തിൽ ലോകം പുതുവഴികൾ തേടുമ്പോൾ ദിനംപ്രതി പരീക്ഷണ നിരീക്ഷണങ്ങളിൽ ഏർപ്പെടുമ്പോൾ AI-യിൽ ഇന്ത്യയുടെ സുപ്രധാന സ്ഥാനത്തെ ചൂണ്ടിക്കാട്ടുന്ന ഒരു നിർണായക വിവരം പുറത്തുവന്നിരിക്കുകയാണ്. AI-യിൽ ഇന്ത്യ ആഗോള കേന്ദ്രമായി മാറുമെന്ന ഒല CEO ഭവീഷ് അഗർവാളിന്റെ വാക്കുകൾ അടിവരയിട്ട് പറയേണ്ടതുണ്ട്. എന്താണ് ഇന്ത്യ AI-യിൽ കണക്ക് കൂട്ടുന്നത്? AI-യിലെ മോദി മാജിക് എന്താകും? നമുക്ക് പരിശോധിക്കാം വിശദമായി തന്നെ. നമുക്കറിയാം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തൊഴിൽ സ്ഥാനചലനം സംബന്ധിച്ച് വലിയ ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട്. എന്നാൽ സാങ്കേതിക മുന്നേറ്റങ്ങൾ അവ ഇല്ലാതാക്കിയതിനേക്കാൾ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന വസ്തുത വിസ്മരിച്ചുകൂടാ. വേൾഡ് ഇക്കണോമിക് ഫോറത്തിന്റെ റിപ്പോർട്ട് അനുസരിച്ച് 2025 ഏകദേശം 85 ദശലക്ഷം ജോലികൾ നഷ്ടമായേക്കാം. അതേസമയം 97 ദശലക്ഷം പുതിയ റോളുകൾ ഉയർന്നു വന്നേക്കാം. അവിടെയാണ് പോയിന്റ്. AI കാരണം ചില ജോലികൾ നഷ്ടപ്പെടുമ്പോൾ തന്നെ പകരം 10 ഇരട്ടി ഉൽപാദനക്ഷമതയുള്ള തൊഴിലുകൾ സൃഷ്ടിക്കപ്പെടുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇനി എടുത്തു പറയേണ്ട ഒരു കാര്യം, എല്ലാ തവണയും തൊഴിൽ സ്ഥാനചലനം സംബന്ധിക്കുന്ന ആശങ്കകൾ ഉന്നയിക്കുന്ന ആദ്യത്തെ വിനാശകരമായ സാങ്കേതിക വിദ്യയല്ല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ചരിത്രത്തിലുടനീളമുള്ള സാങ്കേതിക വിദ്യയുടെ പരിണാമം പരിശോധിച്ചാൽ വലിയ സാങ്കേതിക കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായപ്പോഴെല്ലാം, ഉദാഹരണത്തിന് കമ്പ്യൂട്ടറുകളുടെ വ്യാപകമായ വരവ്, അതേപോലെ ഓട്ടോമേഷനും യന്ത്രസാമഗ്രികളും കൊണ്ടുവന്ന വ്യാവസായിക വിപ്ലവം, ATM മെഷീനുകൾ മുതലായവ, അന്ന് ആളുകൾ അതിനെ ഭയന്നിരുന്നു. ജോലികൾ നഷ്ടപ്പെടുമെന്ന ആശങ്ക വലിയ രീതിയിലായിരുന്നു. എന്നാൽ കമ്പ്യൂട്ടറിന്റെ വരവ് ഇല്ലാതാക്കിയതിനേക്കാൾ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലേക്ക് നയിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. AI ഒരു തൊഴിൽ ഘാതകനാണോ അതോ തൊഴിൽ സൃഷ്ടിക്കുന്നതാണോ എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് സംഭാവന നൽകാൻ അതെ എന്നും AI നശിപ്പിക്കുകയും കൂടുതൽ സൃഷ്ടിക്കുകയും ചെയ്യുമെന്ന് പറയുന്ന ഒരു വിഭാഗം വിദഗ്ധരുണ്ട്. പതിവ് ഡാറ്റ ഇന്റൻസീവ് ജോലികൾ ഓട്ടോമേറ്റ് ചെയ്തതിൽ AI സാങ്കേതിക വിദ്യകൾ മികവ് പുലർത്തുന്നു. മനുഷ്യ തൊഴിലാളികളെ പ്രവർത്തനങ്ങളുടെ ചങ്ങലകളിൽ നിന്ന് മോചിപ്പിക്കുന്നതിൽ സമാനതകളില്ലാത്ത കാര്യക്ഷമത കാണിക്കുന്നു. കൂടാതെ സർഗാത്മകവും സങ്കീർണവുമായ പരിശ്രമങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അവരെ അനുവദിക്കുന്നു. നിർമ്മാണം, ലോജിസ്റ്റിക്സ്, ഉപഭോക്തൃ സേവനം എന്നിവ ഉൾപ്പെടുന്ന വ്യവസായങ്ങൾ AI സിസ്റ്റങ്ങളിലേക്ക് ആവർത്തിച്ചുള്ള ഉത്തരവാദിത്തങ്ങളുടെ ശ്രദ്ധേയമായ കൈമാറ്റത്തിന് സാക്ഷ്യം വഹിച്ചു. ഇത് കാര്യക്ഷമതയുടെ അവിശ്വസനീയമായ കുതിച്ചുചാട്ടം, ഗണ്യമായ ചിലവ് കുറയ്ക്കൽ, മെച്ചപ്പെട്ട ഉപഭോക്തൃ അനുഭവങ്ങൾ എന്നിവയിൽ കലാശിച്ചു. നിർമ്മാണവും ഓട്ടോമേഷനും ഗതാഗതവും ലോജിസ്റ്റിക്സും ഹെൽത്ത് കെയർ, ഫിനാൻസ് ആൻഡ് ബാങ്കിംഗ്, റീറ്റെയിൽ, ഇ-കൊമേഴ്സ്, കസ്റ്റമർ സർവീസ് ആൻഡ് സപ്പോർട്ട്, അഗ്രികൾച്ചർ, ലീഗൽ സർവീസസ് എന്നിവ ഉൾപ്പെടുന്നതാണ് AI പ്രധാനമായും സ്വാധീനിക്കുന്ന വ്യവസായങ്ങൾ. ചില ജോലികൾക്ക് നേരിട്ടുള്ള പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നത് നിഷേധിക്കാനാകാത്തതാണ് എങ്കിലും തങ്ങളുടെ പ്രാഥമിക ശ്രദ്ധ കൂടുതൽ മൂല്യവർദ്ധിത സ്ഥാനങ്ങളിൽ തൊഴിലാളികളെ പുനർനിർമ്മിക്കുന്നതിലേക്കും പുനർവിന്യസിക്കുന്നതിലേക്കും മാറണം എന്നതാണ്. ഇന്ത്യയിൽ ധാരാളം അവസരങ്ങളാണ് IT പ്രൊഫഷണലുകളായ യുവജനതയ്ക്ക് മുന്നിൽ തുറക്കുന്നത്. ഇന്ന് അവർക്ക് ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് തന്നെ ആഗോളതലത്തിൽ പ്രവർത്തിക്കുവാൻ സാധിക്കും. ഇത് യുവാക്കളുടെ ഉൽപാദനക്ഷമതയെ ഇരട്ടിയായി വർദ്ധിപ്പിക്കുന്നു. AI മേഖല തുറന്നിടുന്നത് അനന്തമായ അവസരങ്ങളാണ് എന്നത് അടിവരയിട്ട് പറയണം. ഇന്ന് ജോലിഭാരം 10-1 കുറഞ്ഞിരിക്കുന്നു. ഒരു പുതിയ ഇന്ത്യയെ കെട്ടിപ്പടുക്കാനുള്ള ക്ഷീണ ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. AI മേഖലകളിൽ പ്രാധാന്യം നൽകുന്നത് സമ്പദ് വ്യവസ്ഥയെ മികച്ച പുരോഗതിയിലേക്ക് നയിക്കും എന്നതും എടുത്തു പറയണം. ശരിക്കും പറഞ്ഞാൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ ജോലികൾ ചെയ്യാൻ തൊഴിലാളികളെ പ്രാപ്തരാക്കുകയാണ് AI മേഖല. ഇതിലൂടെ ലോകമെമ്പാടുമുള്ള ഉൽപാദനക്ഷമത വർദ്ധിക്കുന്നു. എന്തായാലും അടുത്തൊരു 5 വർഷത്തിനിടയിൽ നിരവധി മാറ്റങ്ങളാണ് നമ്മുടെ ഇന്ത്യയിൽ സാധ്യമാകാൻ പോകുന്നത്. ബ്ലൂ കോളർ ജോലികൾ ഇല്ലാതെയായി വൈറ്റ് കോളർ ജോലികൾ വലിയ രീതിയിൽ ഉയർന്നു വരും എന്നത് എടുത്തു പറയണം. ഇന്ന് മൊബൈൽ ഫോണുകളിലും കമ്പ്യൂട്ടറുകളിലും ഒക്കെ AI-യുടെ വലിയ സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെ AI അധിഷ്ഠിതമായ ഒരു ഭാവിയാണ് വിദഗ്ധരൊക്കെ വിധിയെഴുതുന്നത്. AI സംവിധാനങ്ങളുടെ ഗുണങ്ങൾ പറയുന്നത് പോലെ തന്നെ അവയിൽ ചിലത് വലിയ അപകട സാധ്യതയുള്ളത് തന്നെയാണ്. എന്നാൽ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിലൂടെ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുകയും ഇതുവഴി അപകട സാധ്യതകൾ കുറയ്ക്കാനുള്ള പരിഹാരം കണ്ടെത്താൻ സാധിക്കുമെന്നുമാണ് വിദഗ്ധർ പറയുന്നത്. AI-യുടെ നല്ല വശങ്ങളെ പറ്റി പറയുന്നത് പോലെ തന്നെ AI-യുടെ ദോഷവശങ്ങളെ കൂടി ആലോചിച്ചിരുന്നാൽ നമുക്ക് കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കും. AI-യുടെ ദൂഷ്യവശങ്ങളെ കൂടി മനസ്സിലാക്കി അതിന്റെ പോരായ്മകളെ സാധൂകരിക്കുന്ന വിധമുള്ള കാര്യങ്ങൾ ചെയ്താൽ അത് നാടിന് ഗുണമായി മാറുമെന്ന് പ്രത്യാശിക്കാം.